Dear students, good morning. Welcome to Blossom Online class. Our topic is the Chinese Revolution. We have studied the different revolutions that influenced the world. The American War of Independence, the French Revolution, Latin American Revolution, and the Russian Revolution. Next, we have to learn the Chinese Revolution. In the 20th century, China witnessed revolutions against the foreign rule and monarchy. അമേരിക്കയിലെ റവല്യൂഷനെ കുറിച്ചും തുടർന്ന് ഫ്രഞ്ച്, ലാറ്റിൻ അമേരിക്ക, റഷ്യ ഇവിടുത്തെ റവല്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പഠിക്കുകയുണ്ടായി അല്ലേ. ഇനി നമുക്ക് ചൈനയിലും റവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മുമ്പ് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ച പല കാരണങ്ങളും ചൈനയിലെ റവല്യൂഷൻസിനുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ചില കാര്യങ്ങളിൽ വ്യത്യാസവുമുണ്ട്. നോക്കൂ, ചൈന വിറ്റ്നസ് റവല്യൂഷൻസ് അഗെയിൻസ്റ്റ് ദ ഫോറിൻ റൂൾ ആൻഡ് മൊണാർക്കി. വിദേശ ഭരണത്തിനെതിരെയും അതുപോലെ തന്നെ മൊണാർക്കിക്കെതിരെയും ഒക്കെ ചൈനയിൽ റവല്യൂഷൻ ഉണ്ടായി. The colonial powers of Europe and America adopted policies in China different from the ones they had implemented the colonies of other parts of the world. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഈ കൊളോണിയൽ പവേഴ്സ്, യൂറോപ്യൻ പവേഴ്സ്, അതുപോലെ തന്നെ അമേരിക്ക ഒക്കെ മറ്റു പല ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ അവർ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവിടെയൊന്നും സ്വീകരിക്കാത്ത ചില പോളിസീസ് ചൈനയിൽ സ്വീകരിക്കുകയുണ്ടായി. ചൈനയിൽ അവർ നടപ്പിലാക്കുകയുണ്ടായി. ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർക്ക് കോളനികളുണ്ടായിരുന്നു. പക്ഷേ അവിടെ സ്വീകരിക്കാത്ത ചില സമീപനങ്ങൾ, ചില പോളിസീസ് ഇവിടെ സ്വീകരിച്ചു. അത് ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. There were opium trade and open door policy. അപ്പോൾ നമ്മൾ ചൈനീസ് റവല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഓപ്പിയം ട്രേഡും അതുപോലെ തന്നെ ഓപ്പൺ ഡോർ പോളിസിയും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Chinese silk, tea and earthenware were in great demand all over Europe. China gained huge profit through the export of these items. ചൈനീസ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള സിൽക്ക്, അതുപോലെ ടീ, എർത്തൻവേഴ്സ്, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു, വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്നു, കൂടുതൽ ആളുകൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈന ഗെയിൻ ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. ഈ ഐറ്റംസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ചൈന കൂടുതൽ ലാഭമുണ്ടാക്കി. ദർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന ഫ്രം യൂറോപ്പ്. യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ചൈന എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ചൈനയിലേക്ക് കൊണ്ടുവരാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചൈനക്ക് നല്ല ലാഭമായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് യൂറോപ്യൻ ട്രേഡേഴ്സ് സഫേർഡ് എ ഗ്രേറ്റ് ലോസ്. അതിൻ്റെ ഫലമായിട്ട് യൂറോപ്യൻ ട്രേഡേഴ്സിന് വലിയ നഷ്ടമുണ്ടായി. As a remedy for this loss, the British traders imported opium, an intoxicant, to China. This affected the Chinese trade and its consumption made the Chinese people mentally imbalanced. കുറച്ചുകൂടി ക്രൂരമായ രീതിയിലാണ് ഇതിൻ്റെ ഫലമായിട്ട് അവർ പ്രവർത്തിച്ചത്. ആര്? ഇംഗ്ലീഷ് വ്യാപാരികൾ, ബ്രിട്ടീഷ് ട്രേഡേഴ്സ്. അവർ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ ഒപ്പിയം ഇറക്കുമതി ചെയ്തു. ഒപ്പിയം എന്ന് പറയുന്ന ലഹരി വസ്തു, ഇൻടോക്സിക്കൻറ്റ്, ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇത് ചൈനയുടെ ട്രേഡിനെയും അതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസികമായിട്ടുമൊക്കെ പ്രതികൂലമായി ബാധിച്ചു. അതായത് എന്താണത്? അതൊരു ലഹരി വസ്തുവാണ് ഒപ്പിയം എന്ന് പറയുന്നത്. It resulted in economic and mental subjugation of the Chinese. ഇത് ലഹരി പദാർത്ഥം ഉപയോഗിച്ചതോടുകൂടെ ചൈന സാമ്പത്തികമായും മാനസികമായും തകർന്നു. ചൈനക്കാർ അടിമത്വത്തിലായി അതിൻ്റെ ഫലമായിട്ട്. ഇനി നമുക്ക് ഓപ്പിയം ട്രേഡ് പോലെ തന്നെ ഓപ്പൺ ഡോർ പോളിസിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. By the end of the 19th century, several European countries acquired trade privileges in China.
19th സെഞ്ച്വറിയുടെ അവസാന ഭാഗത്ത് നിരവധി യൂറോപ്യൻ കൺട്രീസ് ചൈനയിൽ പലതരത്തിലുള്ള വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി, ട്രേഡ് പ്രിവിലേജസ്. എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവിടെ കച്ചവടം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി. അമേരിക്ക could not acquire the privilege as it was not concerned about China at that time. നോക്കൂ, ഈ സമയത്ത് ചൈനയ്ക്കിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. എല്ലാ യൂറോപ്യൻ ട്രേഡേഴ്സും അവിടെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി ചൈനയിൽ അവർ കച്ചവടത്തിന് വേണ്ടി. പക്ഷേ അമേരിക്കയ്ക്ക് അതിന് സാധിച്ചില്ല. അപ്പോൾ ജോൺ ഹെയ്, ദ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ദ USA, proclaimed the open door policy. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ്. അതിൻ്റെ ഫലമായിട്ട് തുടർന്നൊരു പരിഹാരം വേണമല്ലോ, ഉണ്ടാക്കാൻ വേണ്ടി ജോൺ ഹെയ് സ്വീകരിച്ച സമീപനമാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. എന്നതിൻ്റെ പ്രത്യേകത, ആസ് പെർ ദിസ് പോളിസി അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്. ഈ പോളിസി അനുസരിച്ചുകൊണ്ട് ചൈനയുടെ മാർക്കറ്റുകളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരമുണ്ടെന്ന് അമേരിക്ക വാദിച്ചു. പ്രത്യേക ചില രാജ്യങ്ങൾക്ക് മാത്രമല്ല, ചൈനയിലെ എല്ലാ രാജ്യങ്ങൾക്കും വരാനും കച്ചവടം ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു, ജോൺ ഹെയ് വാദിച്ചു. China was divided into different regions to be controlled by various countries. The aim of this policy was to create an opportunity for the USA to interfere in China. ചൈന വിവിധ രാജ്യങ്ങളുടെയും സ്വാധീന മേഖലകളിലായി വിഭജിക്കപ്പെട്ടു. ചൈനയുടെ ഓരോ ഭാഗങ്ങളിലും ഓരോ രാജ്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ ഓപ്പൺ ഡോർ പോളിസിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓപ്പിയൻ ട്രേഡും അതുപോലെ തന്നെ ഓപ്പൺ ഡോർ പോളിസി നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നോക്കൂ, ഇനിയാണ് നമ്മൾ വളരെ ഹിസ്റ്ററി ഭാഗങ്ങളിലേക്ക്, റവല്യൂഷൻ്റെ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, ദ മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇൻ്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം ഈ ഫോറിൻ ഇൻ്റർഫിയറൻസും അതുപോലെ തന്നെ ഡോമിനേഷനും ഒക്കെ അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് പലപ്പോഴും സ്വീകരിച്ചത്. Some secret organization in China revolted against it in 1900. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില സീക്രട്ട് ഓർഗനൈസേഷൻസ് 1900 ഇതിനെതിരെ ഒരു കലാപം സംഘടിപ്പിച്ചു. The emblem of this organization was the Boxer's Fist. ഈ ഓർഗനൈസേഷൻസിൻ്റെ, അതായത് ഈ സീക്രട്ട് ഓർഗനൈസേഷൻസിൻ്റെ എംബ്ലം എന്തായിരുന്നു? ബോക്സേഴ്സ് ഫിസ്റ്റ് ആയിരുന്നു. സോ ദിസ് ഈസ് നോൺ ആസ് ദ ബോക്സർ റെബലിയൻ. ഇതെന്താണ് അറിയപ്പെടുന്നത്? ബോക്സർ റെബലിയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Though this rebellion was a failure, it stimulated the revolutions that came up later. ഈ റവല്യൂഷൻ പരാജയപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് വരുന്ന ഒരുപാട് റവല്യൂഷൻസിനെ ബോക്സർ റവല്യൂഷന് ശക്തി പകർന്നു. In 1911, another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. 1911 ഡോക്ടർ സൺ യാറ്റ്-സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെയായി ചൈനയിൽ റവല്യൂഷൻ നടന്നു. അതായത് മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ ഡോക്ടർ സൺ യാറ്റ്-സെൻ്റെ നേതൃത്വത്തിൽ ഒരു റവല്യൂഷൻ നടന്നു. ഇത് വർഷമാണ് 1911. ദിസ് എൻറ്റഡ് മൊണാർക്കി ഇൻ ചൈന. ഈ റവല്യൂഷൻ്റെ ഫലമായി ചൈനയിൽ മൊണാർക്കി അവസാനിച്ചു. After the revolution, Kuomintang party established a republic government in southern China under the leadership of Sun Yat-sen. റവല്യൂഷന് ശേഷം സൺ യാറ്റ്-സെൻ്റെ ലീഡർഷിപ്പിൽ സദേൺ ചൈനയിലെ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് നിലവിൽ വരികയുണ്ടായി. പാർട്ടിയുടെ പേരാണെന്ത്? കുമിന്താങ് പാർട്ടി. അതായത്
സൺ യാറ്റ്സെൻ്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ് പാർട്ടി സദേൺ ചൈനയിൽ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് രൂപീകരിക്കുകയുണ്ടായി. ഈ സൺ യാറ്റ്സെന് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകിയത് ടു ഐഡിയോളജി ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം തുടങ്ങിയ ഐഡിയോളജിക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ഇനി നമുക്ക് അവിടെ പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ, ഐഡിയോളജീസ് ഓഫ് സൺ യാറ്റ്സെൻ. ഫസ്റ്റ് വൺ നാഷണലിസം, സെക്കൻഡ് വൺ ഡെമോക്രസി, തേർഡ് സോഷ്യലിസം. നാഷണലിസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു എക്സ്പെൽ ദ മഞ്ചു ഡൈനാസ്റ്റി ആൻഡ് ഇമ്പീരിയൽ പവേഴ്സ്. മഞ്ചു ഡൈനാസ്റ്റിയുടെ ഭരണം അവസാനിപ്പിക്കുക, ഇമ്പീരിയൽ പവേഴ്സിനെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഡെമോക്രസി മറ്റൊരാശയമാണ്. ഡെമോക്രസി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ അല്ലേ, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിച്ചത് ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി. ക്യാപിറ്റലും അതുപോലെ തന്നെ ലാൻഡുമൊക്കെ തുല്യമായ രീതിയിൽ വിതരണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. Sun Yat-sen decided to nullify the unjust treaties signed with the foreign countries and wanted to maintain equality with Western countries. വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് വെസ്റ്റേൺ കൺട്രീസുമായിട്ടൊക്കെ നല്ല സമത്വമായ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം ചൈനയുമായിട്ട് ഫോറിൻ കൺട്രീസിലെ ആളുകൾ സൈൻ ചെയ്തിട്ടുള്ള അൺജസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റീസൊക്കെ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. He decided to nullify unjust treaties signed with foreign countries. വിദേശ രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള അൺജസ്റ്റ് ട്രീറ്റീസൊക്കെ ക്യാൻസൽ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ആൻഡ് വാണ്ടഡ് ടു മെയിൻറ്റെയിൻ ഈക്വാലിറ്റി വിത്ത് വെസ്റ്റേൺ കൺട്രീസ്. വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അദ്ദേഹം ആഗ്രഹിച്ചു. The Kuomintang Republic adopted measures for the progress of agriculture and industry. ഇൻഡസ്ട്രിയുടെയും അഗ്രികൾച്ചറിനെയും പ്രോഗ്രസ്സിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ്, ധാരാളം മെഷേഴ്സ് ഈ കുമിന്താങ് റിപ്പബ്ലിക് പാർട്ടി സ്വീകരിക്കുകയുണ്ടായി. ആരുടെ നേതൃത്വത്തിലെ? സൺ യാറ്റ്സെൻ്റെ. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോർമേഡ്. ഈ റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുകയും ചെയ്തു. In the beginning, Kuomintang and Communists cooperated with each other, but this cooperation was disturbed when Chiang Kai-shek became the head of the republic following the death of Sun Yat-sen. ആദ്യകാലങ്ങളിൽ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചുകൊണ്ടാണ്, പരസ്പരം ഒത്തൊരുമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ സൺ യാറ്റ്സെൻ്റെ മരണത്തെ തുടർന്ന് പിന്നീട് വന്നിട്ടുള്ള ചിയാങ് കൈഷക്ക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതെയായി. അപ്പോൾ സൺ യാറ്റ്സെൻ്റെ സമയത്ത് ഈ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സൺ യാറ്റ്സെൻ്റെ മരണശേഷം റിപ്പബ്ലിക്കിൻ്റെ ഹെഡായിട്ട് ചിയാങ് കൈഷക്ക് വന്നപ്പോൾ അവിടെ സാഹചര്യം വ്യത്യസ്തമായി. റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. Chiang Kai-shek ascertained military autocracy in China. He gave opportunity for foreign powers, including America, to freely interfere in China and did not cooperate with the communists. ചിയാങ് കൈഷക്ക് ചൈനയിലെ മിലിറ്ററി ഓട്ടോക്രസിയാണ് സ്ഥാപിച്ചത്, അതായത് സൈനിക ഏകാധിപത്യ ഭരണമാണ് സ്ഥാപിച്ചത്. He gave opportunity for foreign powers, including America. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികൾക്ക് രാജ്യങ്ങളിലേക്ക് ചൈനയുടെ എല്ലാ കാര്യത്തിലും സ്വതന്ത്രമായി ഇടപെടാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി. മാത്രമല്ല ചിയാങ് കൈഷക് ഡിഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് ദ കമ്മ്യൂണിസ്റ്റ്സ്.
കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ സഹകരിക്കാൻ തയ്യാറായില്ല. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് വെർ ഓൾ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. എല്ലാ മേഖലകളും കോള്, അയൺ ഇൻഡസ്ട്രി, ബാങ്കിങ്, ഫോറിൻ ട്രേഡ് ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഫോറിൻ കൺട്രീസ് ആയിരുന്നു. ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകൾ ചിയാങ് കൈഷക്കിൻ്റെ പോളിസീസിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. They were brutally suppressed. കമ്മ്യൂണിസ്റ്റുകൾ ചിയാങ് കൈഷക്കിൻ്റെ പോളിസീസിനെ ശക്തമായി എതിർക്കുകയും, പക്ഷേ എന്താ സംഭവിച്ചത്? അവരെയെല്ലാം ക്രൂരമായി അടിച്ചമർത്തുന്ന സമീപനമാണ് ചിയാങ് കൈഷക്ക് സ്വീകരിച്ചത്. They were brutally suppressed. At that time, Mao Zedong rose to the leadership of the Communist Party. ആ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്ഷകനായിക്കൊണ്ട് ഒരു ലീഡർ വരുന്നത്. അതാണ് മാവോ സേതുങ്. ഓക്കെ. In 1934, under the leadership of Mao Zedong, a journey started from Kiangsi in South China. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കണം. ചൈനീസ് റവല്യൂഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1934 കമ്മ്യൂണിസ്റ്റുകാർ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ സൗത്ത് ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. The adventurous trip ended at Yan'an in northwestern China. ധാരാളം അതിസാഹസികമായ ധാരാളം പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ യാത്ര അവസാനിച്ചത്. എവിടെയാണ് അവസാനിച്ചത്? നോർത്ത് വെസ്റ്റേൺ ചൈനയിലെ യനാനിലാണ് ഈ യാത്ര അവസാനിച്ചത്. Throughout the journey, they seized out agricultural land and villages from lords and distributed them among the farmers. അല്ലേ? എന്താ ചെയ്തിട്ടുള്ളത്? യാത്രയുടെ നീളം അഗ്രികൾച്ചറൽ ലാൻഡ് പിടിച്ചെടുക്കുകയും വില്ലേജുകളൊക്കെ പിടിച്ചെടുക്കുകയും ആരിൽ നിന്ന്? ലോഡ്സിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അത് ഫാമേഴ്സിന് വിതരണം ചെയ്യുകയും ചെയ്തു. ദ ജേണി കവേർഡ് അറൗണ്ട് 12,000 കിലോമീറ്റേഴ്സ്. ഈ യാത്ര ഏകദേശം 12,000 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോങ് മാർച്ച്. ഹിസ്റ്ററിയിൽ ഇത് അറിയപ്പെടുന്നത് ലോങ് മാർച്ച് എന്ന പേരിലാണ്. ആരാ നടത്തിയത്? മാവോ സേതുങ് ആണ്. ഓർക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Hence, Mao Zedong and the Communist Party became the symbol of struggle of the Chinese against the foreign power. അങ്ങനെ മാവോ സേതുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഫോറിൻ പവേഴ്സിനെതിരെ ശക്തമായി സമരം നടത്തിയ സമര സേനാനികളായിട്ട് മാറുകയും ചെയ്തു. ചിയാങ് കൈഷക് had to seek political asylum in Taiwan when Red Army of Mao Zedong captured the center Kuomintang rule. കുമിന്താങ് ഭരണത്തിൻ്റെ സെൻറ്റർ മാവോ സേതുങ്ങിൻ്റെ റെഡ് ആർമി പിടിച്ചെടുത്തപ്പോൾ തായ്വാനിലേക്ക് ചിയാങ് കൈഷക്കിന് ഓടിപ്പോകേണ്ടതായി വന്നു. ചൈന became People's Republic of China on 1st October 1949 under the leadership of Mao Zedong. അങ്ങനെ ചൈന പീപ്പിൾസ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറി 1949 ഒക്ടോബർ 1 കേട്ടോ. ആരുടെ നേതൃത്വത്തിൽ? മാവോ സേതുങ്ങിൻ്റെ ലീഡർഷിപ്പിൽ. ഓക്കെ. ചൈന became People's Republic of China on 1st October 1949 under the leadership of Mao Zedong. Okay? Understand? So, we have discussed the Chinese Revolution. We have to remember some points. Opium trade, open tour policy, colonial powers of Europe and America adopted policies in China different from the ones they had implemented in the colonies of other parts of the world. We have to remember the Manchu dynasty, names of some persons: Sun Yat-sen, his party, Kuomintang party, his ideologies, nationalism, democracy, socialism. We have to remember the name Chiang Kai-shek,
is military autocracy in China, then we have to learn Mao Zedong and Communist Party, their role in the Chinese Revolution. Okay. Listen, dear students, we have completed our chapter. We have stated the different revolutions carried out by the people in different parts of the world who were deprived of freedom. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ജനങ്ങൾ നടത്തിയിട്ടുള്ള റവല്യൂഷൻസിനെ കുറിച്ച് നാം വിശദമായി പഠിക്കുകയുണ്ടായി. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, തുടർന്ന് നിങ്ങൾക്കറിയാം ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഇപ്പോൾ ചൈനീസ് റവല്യൂഷൻ പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദ ഐഡിയോളജീസ് പുട്ട് ഫോർവേഡ് ബൈ ദീസ് റവല്യൂഷൻസ് വേർ സിഗ്നിഫിക്കൻറ്റ് ഇൻ മൗൾഡിങ് ദ മോഡേൺ വേൾഡ്. ആധുനികമായ ലോകം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ ഈ റവല്യൂഷൻസൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും അതിൻ്റെ ഐഡിയോളജീസ് അല്ലേ. ദ ഡിക്ലറേഷൻ മെയ്ഡ് ബൈ റവല്യൂഷണറീസ് സ്റ്റിൽ എക്സിസ്റ്റ് എസ് എ റെക്കോർഡ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. ഈ റവല്യൂഷണറീസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഡിക്ലറേഷൻസ് ഇന്നും ഹ്യൂമൻ പ്രോഗ്രസിൻ്റെ റെക്കോർഡായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അല്ലേ. ഇപ്പം ഈ ആശയങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ചൈനീസ് റവല്യൂഷൻ്റെ ഭാഗമായി വരുന്ന നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം, ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായി വരുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി തുടങ്ങിയ ആശയങ്ങൾക്കൊക്കെ ഇന്നും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. എല്ലാവരും ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും ഒരു ഈക്വാലിറ്റിയാണ് ആഗ്രഹിക്കുന്നത്, നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. ആർക്കും സ്വാതന്ത്ര്യമില്ലാതെ, ഫ്രീഡമില്ലാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ല. അപ്പോൾ ഈ റവല്യൂഷൻസിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഒരു പ്രധാനപ്പെട്ട റൈറ്റ്സും ഫ്രീഡം ഒക്കെ നിഷേധിച്ചതുകൊണ്ടാണ് അല്ലേ. നമുക്ക് ഏത് റവല്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. Let's conclude our chapter. Okay, thank you.